അദ്ദേഹത്തിൻ്റെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ ഏറെ ഒരു പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഏറെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മതം മാറ്റം. AR റഹ്മാൻ 23 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മതം മാറുന്നത്. അത് 1990-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ അതിൻ്റെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 1984-ലാണ് അദ്ദേഹത്തിൻ്റെ അനിയത്തിക്ക് മാരകമായ അസുഖം വരുന്നത്. ചികിത്സിച്ചിട്ടൊന്നും ഭേദമാകാത്തൊരു അസുഖം. ഒടുവിൽ ഖാദിരിയ ത്വരീഖത്തിന്റെ ഗുരുവായിരുന്ന ഒരു സൂഫി വര്യന്റെ അടുക്കൽ നല്ല ഹിന്ദുമത വിശ്വാസിയായിരുന്ന അദ്ദേഹത്തിന്റെ അമ്മ ഒരു ശമനം തേടി ചെല്ലുകയാണ്. ആ രോഗശമനം കിട്ടിയത് അവിടുന്ന് ആയതുകൊണ്ട് പിന്നീട് ആ സൂഫി പരമ്പരയിലെ ഗുരുവിനെ അവർ പതുക്കെ വല്ലാതെ ആദരിച്ചു തുടങ്ങുകയും ആ ഗുരുവിൻ്റെ വാക്കുകൾക്ക് വല്ലാതെ വിലമതിക്കുകയും ആ ഗുരുവിൻ്റെ ഒരു വിശ്വാസ ധാരയിലേക്ക് അവർ ചെന്ന് ചേരുകയുമാണ് ഉണ്ടായത്. കരീമ ബീഗം എന്ന പേര് സ്വീകരിച്ച അമ്മയാണ് ആദ്യം മതം മാറുന്നത്. അമ്മയുടെ മാർഗമാണ്, അമ്മയുടെ കാൽപ്പാടുകളാണ് എന്നും റഹ്മാൻ ആദരപൂർവ്വം ദൈവതുല്യമായി പിന്തുടർന്നു വന്നത്. റഹ്മാന്റെ പേര്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ദിലീപ് കുമാർ എന്ന പേര് അബ്ദുറഹ്മാൻ എന്ന പേരാണ് ആദ്യം ഉണ്ടായിരുന്നത്. അബ്ദുറഹ്മാൻ എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അടിമ എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷേ ആ പേര് സ്വീകരിച്ചു കഴിഞ്ഞിട്ട് ഒരു രാത്രിയിൽ അമ്മ സ്വപ്നം കണ്ടു അത്രേ, അവൻ്റെ പേര് വെറും റഹ്മാൻ എന്ന് പോരാ, അബ്ദുറഹ്മാൻ എന്നും പോരാ, ആ പേരിൻ്റെ കൂടെ അല്ലാരഖ എന്ന വാക്ക് കൂടി ചേർക്കണം. അല്ലാരഖ നമുക്കറിയാവുന്നതുപോലെ 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യ കണ്ട സംഗീതത്തിന്റെ മഹാവിസ്മയമായിരുന്നു. കാശ്മീരിൽ പിറന്ന് തബല വിദ്വാനായിരുന്നു നമുക്കറിയാം. അദ്ദേഹത്തിന്റെ മക്കളൊക്കെയും തബല വിദഗ്ധന്മാരാണ്. ലോകപ്രസിദ്ധനായ സാക്കിർ ഹുസൈൻ്റെ അച്ഛനാണ് അല്ലാരഖ. അതുകൊണ്ട് അല്ലാരഖയുടെ പേര് കൂടി ചേർക്കുമ്പോഴാണ് ആ പേര് പൂർണ്ണമാവുകയുള്ളൂ എന്ന് സ്വപ്നത്തിൽ ആരോ അമ്മയോട് പറഞ്ഞു അത്രേ. അങ്ങനെയാണ് AR റഹ്മാൻ ഉണ്ടാകുന്നത്. അല്ലാരഖ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മതം ഒരു മാറ്റവും വരുത്തിയില്ല. കാരണം സംഗീതം പ്രാപഞ്ചികമായൊരു ഭാഷയാണ്, ദൈവത്തിന്റെ ചൈതന്യമാണ് സംഗീതം. റഹ്മാന്റെ ജീവിതം സംഗീതത്താൽ വീണ്ടും പുഷ്കലമായി. ഏത് ദൈവത്തെ ഉപാസിച്ചാലും സംഗീതത്തിന്റെ ഉപാസന ചെന്നു ചേരുന്നത് കാതില്ലാതെ സംഗീതം ആസ്വദിക്കുകയും കണ്ണില്ലാതെ പ്രപഞ്ചത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്യുന്ന പേരില്ലാത്ത ദൈവത്തിലേക്കുള്ള വഴിയാണത് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അജ്മീർ ദർഗയിൽ സ്ഥിരമായി സംഗീത പരിപാടികൾ, ഖാജ മൊയ്നുദ്ദീൻ ചിശ്തിയുടെ ദർഗയിൽ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്നു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ ഉസ്താദ് ബിസ്മില്ലാ ഖാന്റെ ഓർമ്മയിൽ അദ്ദേഹം സംഗീത പരിപാടി അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാ സന്യാസി വര്യന്മാരും എല്ലാ ആത്മീയാചാര്യന്മാരും ഒരേ ദൈവത്തിന്റെ സന്ദേശവുമായി ജീവിക്കുന്ന മനുഷ്യരാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.